ഫ്രണ്ട്സ്, ഷജീസ് വ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളപ്പോൾ ഡേ 1 തൊട്ടിട്ട് ഡേ 5 വരെയും നമ്മൾ ചെയ്തു അല്ലേ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡേ 6 ആക്ടിവിറ്റി ആണ്. ഡേ 6 ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഡേ 1 മുതൽക്ക് 5 വരെയും എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഡേ 6ന്റെ പ്രാക്ടീസ് വർക്ക്സ് ലൈക്ക് മാജിക് എന്താണെന്നല്ലേ. ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരായിരിക്കും, ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെ. വളരെ പാവപ്പെട്ടവരായി ജനിച്ചിട്ട് അവര് ഭയങ്കര സക്സസ്ഫുൾ ലൈഫിലേക്ക് പോകുന്നതല്ലേ. ഏറ്റവും ചെറിയൊരു ഉദാഹരണം നമ്മുടെ KFCയുടെ സ്ഥാപകൻ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്റ്റോറി നമുക്കറിയാം. അതുപോലെ ലോകത്ത് എത്രയോ ആൾക്കാര് വളരെ പാവപ്പെട്ടവനായി ജനിച്ചിട്ട് അവരൊക്കെയും വലിയ നിലയിലേക്ക് അവര് ഉയർന്നു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഒരുപാട് പേരുടെ ജീവിതത്തില് സക്സസ് ഉണ്ടായിട്ടുണ്ടല്ലേ. നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട്, എസ്പെഷ്യലി നമ്മൾ ലേഡീസ് പറയാറുണ്ട്, ഇപ്പം ആരെങ്കിലും ഒരാൾ നല്ലൊരു രീതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയും, ഓ ഞാനൊക്കെ പണ്ട് ഭയങ്കര പഠിച്ച് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടന്ന ആളാണ്. എന്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് എന്ത് പറയാനാ, ഒരക്ഷരം പോലും എഴുതാൻ അറിഞ്ഞുകൂടാതിരുന്ന അവനാ ഇന്നിപ്പം ഈ കണ്ടീഷനിലേക്ക് എത്തിയത്, ഈ നിലയിലേക്ക് എത്തി, വലിയ നിലയിലേക്ക് എത്തിയത് എന്നൊക്കെ നമ്മൾ ഭയങ്കര കുശുമ്പോടുകൂടി നമ്മൾ പറയാറുണ്ടല്ലേ. പാടില്ല ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. എല്ലാവർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെയാണ് നമ്മളിലേക്ക് സക്സസ് എത്തുന്നത്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ ഉയർന്നു വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് എന്താ പറയാനാ, അവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ കുറ്റം പറയുന്നതും അങ്ങനെ എന്താ പറയാനാ, ഒരു അസൂയയോടെ നോക്കുന്നതും അങ്ങനത്തെ ഒരു മനോഭാവം നമ്മൾ വെച്ച് പുലർത്താനേ പാടില്ല. നമുക്കും അങ്ങനെ ആകാൻ കഴിയും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. നമ്മളെ എപ്പോഴും ഇങ്ങനെ അവര് കളിയാക്കുകയും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നു. നമുക്ക് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. പക്ഷെ അവിടെ ഒരു സ്റ്റാഫ് മാത്രം നമ്മളോട് വളരെ സ്നേഹം കാണിക്കുകയാണ്, നമ്മളോട് വളരെ സപ്പോർട്ട് ചെയ്യാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഈ ഒരാളുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരാളിനെ തന്നല്ലോ, ആ ഒരാളിന് നമ്മൾ നന്ദി പറയുക. കണ്ടിന്യൂസ് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഓഫീസില് ഈ ബാക്കിയുള്ള ആൾക്കാര് എന്താ സംഭവിക്കുന്നതെന്നറിയോ, നമ്മളിങ്ങനെ നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ ഒരാളിനെ ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴെല്ലാം നമ്മൾ മൈൻഡിൽ ഇങ്ങനെ അവരെ ഓർക്കുക, നന്ദി പറയുക. അങ്ങനെ നന്ദി പറയുമ്പോൾ ഒന്നുകിൽ നമ്മളെ തീരെ ഇഷ്ടമില്ലാത്തവര് ഒന്നുകിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് ഒഴിഞ്ഞു പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലി കയറ്റം കിട്ടി, നമുക്ക് പ്രൊമോഷൻ കിട്ടി, നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പ്രപഞ്ചശക്തി നമുക്ക് കൊണ്ടുതരും. അപ്പൊ എപ്പോഴും മൈൻഡിൽ വെക്കുക, നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട്, നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് തന്ന സൗഭാഗ്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും തന്ന ഓരോ കാര്യത്തിനും നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടോ ആ ഓരോ സൗകര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ഓരോ നിമിഷവും നമ്മൾ നന്ദി പറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇത് പല സ്ഥലങ്ങളിലും ട്രൈ ചെയ്ത് അവര് സക്സസ്ഫുൾ ആയി സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാ പറയുന്നത്, എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നമുക്കൊരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തരട്ടെ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ആ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ, നമ്മൾ അതിന് നന്ദി പറയുക. ശരിക്കും എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് എത്രത്തോളം നമ്മൾ എളിമയോടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും ഈ ഗ്രാറ്റിറ്റ്യൂഡിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് എത്ര
പറഞ്ഞാലും ഓരോരോ കാര്യങ്ങളും എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ സെക്കൻഡ് ഡേയിൽ നമുക്ക് ചുറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഡേ 3 നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഹെൽത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഡേ 4 നമ്മൾ മാജിക്കൽ റോക്ക് വെച്ചിട്ട് എങ്ങനെയാണ് അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതെന്ന് പഠിച്ചു. നമ്മുടെ കയ്യിലുള്ള ധനത്തിന് നമ്മൾ നന്ദി പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി നമ്മൾ 6ാമത്തെ ദിവസം നമുക്ക് കിട്ടിയ ജോലി, ആ ജോലിക്ക് നമ്മൾ നന്ദി പറയുക. നമുക്കൊരു ചെറിയ ജോലി ആവട്ടെ, നമുക്ക് ആ ജോലി കിട്ടിയതിന് നമ്മൾ ഒരു 100 നന്ദി പറയുക. നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ കൂടുതൽ ഉയർന്ന ജോലികളിലേക്ക് നമുക്ക് പോകാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രപഞ്ചശക്തി കൊണ്ടുതരും. നമുക്കുള്ള ജോലിക്ക് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോട്ടഡ് ആകാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ ലഭിക്കും. നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയ ജോലിക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്ദി പറയുന്നത് കൂടുന്നതിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ജോലിക്ക് പോകാത്തവർ, ഇനി വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും വീട്ടിൽ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാൻ പറ്റും. വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പം കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, ആ ഫുഡ് കഴിക്കുന്നവരെല്ലാം നമുക്ക് നന്ദി പറയുകയാണ്. വീട്ടിൽ തന്നെ നമ്മൾ എല്ലാവരോടും നമ്മുടെ കുട്ടികളോടും ഒക്കെ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം മക്കളെ, നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ എടുത്തെടുത്ത് നന്ദി പറയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം എല്ലാവരും ഡേ 6 പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കൂടെ 1 to 6 ഡൺ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ ഷജീല ഹലീമ, മൈൻഡ് പവർ ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്. തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ക്ലാസ്സുകളിൽ ചേരാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജസ്റ്റ് വെയിറ്റ് ഫോർ day 7. ഓക്കെ. താങ്ക് യു.